പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യം ഈ ഒരു 2 വീക്സ് ആയിട്ട് അടിപൊളിയായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ബട്ട് ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ വരുന്നത്. 7 മണിയാണല്ലോ, അപ്പം അങ്ങനെ. ആ, അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ 24/7. അപ്പോൾ അങ്ങനെ. ആ, അതെ 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 അതെ. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സ്ട്രഗ്ലിങ് പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എല്ലാം ഓക്കെ ആയിട്ട് പോയി. ശൈത്യ ഇപ്പോൾ ഈ വീക്കായിട്ട് ഭയങ്കരമായിട്ട് കളിച്ചു വരുന്ന ഒരാളായിരുന്നു. അതെ. അപ്പം പെട്ടെന്ന് ഈ എവിക്റ്റ് ആവുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ ഞാനിപ്പോൾ പോകേണ്ട ആളല്ലായിരുന്നു തോന്നിയിരുന്നു? ഉറപ്പായിട്ടും അങ്ങനെ തോന്നിയായിരുന്നു. ഫസ്റ്റ് 2 വീക്സ് ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നി. പക്ഷേ ഈ ഒരു വീക്ക് ഭയങ്കര എനർജി ആയിട്ട് കയറി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇനിയാണെങ്കിലും മുന്നോട്ട് അടിപൊളിയായിട്ട് പോയേനായിരുന്നു. ബട്ട് പെട്ടെന്ന് തന്നെ എവിക്റ്റ് ആയിപ്പോയി. അറിയില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് നന്നായിട്ട് കളിച്ച് വരുമായിരുന്നു. പെട്ടെന്ന് അതെ, നല്ലൊരു ഫയറായിട്ട് കയറി വരുമായിരുന്നു. വേറെ ആരെയും ദ്രോഹിക്കാതെ ഗെയിം കളിച്ച ഒരാൾ ശൈത്യം മാത്രമായിരിക്കും ചിലപ്പോൾ. അതെ, എനിക്കങ്ങനെ തോന്നുന്നു. കാര്യം ഞാൻ ജെനുവിൻ ആയിട്ടായിരുന്നു നിന്നത്. അവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോഴും സന്തോഷത്തോടെ ആയിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എല്ലാവരുടെയും മനസ്സിലൊരു ഇടം പിടിക്കാൻ പറ്റി. സോ ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഗെയിം കളിച്ചത്. അത്രേ ഉള്ളൂ. അങ്ങനെ വെച്ചാൽ എനിക്ക് അറിയില്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ടോപ്പ് 5 എല്ലാവരും നല്ല ഗെയിം കളിക്കുന്നുണ്ട്. നല്ല ഗെയിമേഴ്സാണ്. അവരവരുടേതായിട്ടുള്ള രീതിയിൽ പല പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂല. എല്ലാവരും നല്ല ഗെയിമേഴ്സാണ്. എനിക്കറിയില്ല, ഞാൻ അതിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അത്രേ ഉള്ളൂ. ഇല്ലില്ല ഇല്ലില്ല. എനിക്ക് ആക്ച്വലി അതിനെ പറ്റി സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ബിഗ് ബോസ് പോയി മുന്നേയുള്ള ശൈത്യായാലും അത് കഴിഞ്ഞുള്ള ശൈത്യക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക? ഒരു ഗെയിം ഷോ ആണല്ലോ, പല രീതിയിൽ നമ്മളെ കുറേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്തു. അവിടെ 7 മണി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ പണിപ്പുരയായിരുന്നു ഏറ്റവും മെയിനായിട്ടുള്ളൊരു സ്ട്രഗ്ലിങ് സംഭവം. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ലൈഫിൽ ഒരു മിനിമലായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പഠിച്ചു. അങ്ങനെ ജെനുവിനായിട്ട് നിൽക്കുക, നല്ലൊരു ഹ്യൂമാനിറ്റി കീപ്പ് ചെയ്യുക. അവിടെ പലർക്കും ഇല്ലാത്തൊരു സാധനം അതാണ്. ഫേക്കായിട്ട് നിൽക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. റിയൽ ആയിട്ട് നിൽക്കുക. അവിടെ ആദില നൂറ, അവർ ജെന്യുവനാണ്. നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബിൻസി നല്ലൊരു ഗെയിമറായിരുന്നു. നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ മേ ബി അവർ നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. നല്ല ഫയറിൽ തന്നെ വരുന്നുണ്ട്. നൂറയാണെങ്കിലും ഇപ്പം നല്ല രീതിയിൽ ഗെയിം കളിച്ച് വരുന്നുണ്ട്. മേ ബി ചാൻസ് ഉണ്ട്. എനിക്കതിനെ പറ്റി പറയാൻ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ഇല്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അത് എനിക്കറിയാം. അത് അവരുടെ മേ ബി ഗെയിം സ്ട്രാറ്റജി വല്ലതും ആയിരിക്കാം. എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല. എന്തോ മേ ബി ഞാൻ അതിനെപ്പറ്റി പറയാനുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും നല്ലതായിട്ട് ഗെയിം കളിച്ചു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ചേച്ചിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അശ്ലീല ഭാഷ സംസാരിക്കുന്ന ആൾക്കാരും ഇപ്പോഴും ബിഗ് ബോസിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഈ ശൈത്യനെ എവിക്ഷൻ ചെയ്തതിനോട് യോജിക്കുന്നുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി കൊടുക്കുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞിട്ട് അതിന് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ഇപ്പോൾ ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. എനിക്ക് ആളുകളെ ചീത്ത പറയുന്നു, വേറൊരു രീതിയിൽ സമൂഹത്തിലേക്ക് അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ എവിക്റ്റ് ആയിക്കോളും. അത് അതിനെപ്പറ്റി സംസാരിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും ആരാണ്
പിന്നിൽ നിന്ന് കുത്തുന്നതെന്നുള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലായിക്കോളും. എനിക്ക് ആക്ച്വലി ആ ഒരു വ്യക്തിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും വന്നതിന്. ജിസയിൽ അടിപൊളിയാണ്, നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. എല്ലാവരും അടിപൊളി, എല്ലാവരും നല്ല ഗെയിമേഴ്സാണ്. അത്ര അങ്ങനെയില്ല, ഞാൻ തന്നെയായിരുന്നു ജെനുവിൻ, വേറെ ആരും അവിടെ ജെനുവിൻ അല്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള ഗെയിം പ്ലാനിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, അതെനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലായിക്കോളും അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത്. അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഇത്രയേ ഉള്ളൂ. അല്ല, ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഇതാവും. അതുകൊണ്ട് ഞാനിപ്പോ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും. അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവരും, കാണാൻ പറ്റും. നല്ല റെസ്റ്റ്, ഭക്ഷണം കൊടുക്കണം. ഒരുമിച്ച് ശൈത്യക്ക് ചൈനയിൽ തായ്ലാൻഡിലുള്ള ആൾക്കാർ ചൈനയിൽ ബിഗ് ബോസ് കാണാറുണ്ടോ ആൾക്കാർ? അതുപോലെ നിയാസ്ക ഉണ്ട്, നീലക്കുയിൽ. തായ്ലാൻഡിലെ പുതിയ ബിഗ് ബോസ്. ശൈത്യന് ഇഷ്ടമാണോ? ഇഷ്ടമാണോ ശൈത്യ? ശൈത്യയുടെ ഗെയിം എങ്ങനെ ഉണ്ടായി മാഡം? കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ഫ്രം കേരള. അയ്യോ, my name is Nisha. നിഷ സാരംഗ്. Nice to meet you too. സവാട്ടിക്ക. സെറ്റ്. സെൻട്രൽ ഞങ്ങൾ ഇത്ര നല്ലൊരു കണ്ടസ്റ്റന്റിനെ ആദ്യമായിട്ടോടെ കാണുന്നത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരാൻ നേരത്തെ മീഡിയക്കാരോട് ഇത്രയും നല്ലൊരു കോർപ്പറേറ്റ് ആയിട്ട് സംസാരിക്കുന്നതും അത് ശൈത്യം മാത്രമാണ്. രാവിലെ കുറെ ആൾക്കാർ വന്നു, രേണുസുതിയൊക്കെ അപ്പോൾ വയ്യാന്നൊക്കെ പറഞ്ഞ വീട്ടിൽ പോയി. അല്ല, അത് അകത്തും വയ്യായിരുന്നല്ല, അകത്തും വയ്യായിരുന്നു. അല്ല, അകത്തും വയ്യായിരുന്നു പുള്ളിക്കാരത്തേക്ക്. ബിഗ് ബോസിനുള്ള ഒരു കണ്ടസ്റ്റന്റ് അല്ല. പിന്നെ പയറ് പോലെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടായിരുന്നോ? അല്ല, നിങ്ങളെങ്ങനെ സഹിക്കുക വരെ നമ്മൾ പുറത്തു നിന്നിട്ട്? ഓക്കെ പോട്ടെ. ആ ലവ്ലി. ഓ ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബിഗ് ബോസിന്റെ ഇതിനകത്ത് കാണാം, ഫൈനലിൽ എന്തായാലും തിരിച്ചു എൻട്രി ഇട്ടേ പോവോ? അതല്ല, ഇതൊരു തുടക്കം മാത്രമാണ്, അത്രേ ഉള്ളൂ. പെട്ടി പൊട്ടിക്കണ്ട, ചിലപ്പോൾ വിളിക്കാൻ ചാൻസ് ഉണ്ടാവും. 100 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ പോണതിന് മുമ്പുള്ള പർച്ചേസിങ് എത്ര രൂപയായിരുന്നു ഏകദേശം? എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഡ്രസ്സ് മാത്രമല്ല, അതിൻ്റെ ആക്സസറീസ്, പിന്നെ ചപ്പൽസ്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ 2 ആഴ്ചത്തേക്ക് കിട്ടിയില്ലല്ലേ?
ഇല്ല 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 25-ാമത്തെ ദിവസം കൊടുത്തേ 7 മണിയല്ലേ, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു പണി വരുമെന്ന്. ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയും ജിസൈലിന്റെ ഡ്രസ്സിങ്ങിനെ വിളിച്ചിട്ട് ഭയങ്കര ചർച്ചയാണ് പുറത്ത്. പക്ഷെ ഞാൻ പറയട്ടെ, അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയാണ് ബേസ് ചെയ്ത് നിൽക്കും, ഓരോരുത്തരുടെ കാഴ്ചപ്പാടും. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അവർ യൂസ് ചെയ്യുന്നു, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അത് കാണുന്നവന്റെ കണ്ണിലാണ് പ്രശ്നം, അത്രേ ഉള്ളൂ. എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ ഇല്ല ഇല്ല ഇല്ല, ഞാൻ ജെനുവൻ ആയിട്ടാണ് പറഞ്ഞത്. കാര്യം നമ്മൾ കാണുന്നതിന്റെ പ്രശ്നമാണ്, അവർക്ക് ആ ഡ്രസ്സിൽ കംഫർട്ടബിൾ ആണ്, സോ അവർ ആ ഡ്രസ്സ്. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു എനിക്ക്. അവിടെ ഫുഡ് വളരെ കുറവാണ്, റേഷൻ ആണെങ്കിലും വളരെ കുറവ്. അപ്പം നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. മേക്കപ്പ് ഇല്ലാതെ പിടിച്ചു കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എനിക്കങ്ങനെ മേക്കപ്പിനോട് വലിയ, ഞാൻ ഇപ്പോഴാണെങ്കിലും മേക്കപ്പ് ഇട്ടില്ല, ആകെ ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. മേക്കപ്പ് ഇല്ലാതെയും ജീവിക്കണമല്ലോ. അതായത് നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേപോലത്തെ ഉള്ളൊരു ലൈഫ് സ്റ്റൈലായിരുന്നു അവിടെ ആ ഒരു 2 ആഴ്ച. കാര്യം പൗഡറും കൺമഷിയും മാത്രം, അല്ലെങ്കിൽ എന്താ പറയുക, വേറെ ആകെ 2 ഡ്രസ്സ് മാത്രം, അത് തന്നെ കഴുകി നമ്മൾ വീണ്ടും യൂസ് ചെയ്യണം, അങ്ങനെ. ജിസൈലിന് മേക്കപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതെനിക്കറിയില്ല, ഒരു മോഡലല്ലേ, അപ്പോൾ അവർക്ക് എനിക്കറിയില്ല, അതിനെപ്പറ്റി പറയണില്ല. പക്ഷെ പലരും ഞങ്ങൾക്ക് മേക്കപ്പ് ഇല്ലാതെ കാണാൻ പറ്റും, ഇതാണ് ഒരു ഒറിജിനൽ മുഖം ഞങ്ങൾക്ക് മനസ്സിലായി. ആ ഒരു റിയൽ ഫേസ് കൊണ്ടുവരാനായിരിക്കാം പണിപ്പുര എന്നുള്ളൊരു സംഭവം ക്രിയേറ്റ് ചെയ്തത്. ഇല്ല ഇല്ല ഇല്ല, എല്ലാവരുടെ തലയിലും പേരുണ്ട്, ആണിന്റെ തലയിലും പെണ്ണിന്റെ തലയിലും എല്ലാം പേരുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, അതിനെപ്പറ്റി പറഞ്ഞു. ശരി, ബൈ. ഓക്കെ, ഇനിയിപ്പോ നാളെ വരെ പേരിന്റെ കാര്യം പറഞ്ഞു. ശൈത്യ കണ്ടില്ല പേര്. അമ്മ എല്ലാ വീഡിയോസും കാണാറുണ്ടല്ലേ? ഇൻസ്റ്റാഗ്രാമിലെ ആരുടെ എല്ലാവരുടെയും അപ്പോഴാണേലും ഞങ്ങള് ഉറക്കമേ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് അമ്മ പറഞ്ഞു ശൈത്യ ഭയങ്കര ടെൻഷനാണ്, പക്ഷെ ഞങ്ങൾക്ക് കണ്ടിട്ട് ഭയങ്കര കൂളായിട്ട് ഇരിക്കുന്ന പോലെ ഉണ്ട് അല്ലേ? ഇല്ല, എനിക്കങ്ങനെ ടെൻഷൻ ഇല്ലായിരുന്നു. അത് നമ്മൾ അവിടുത്തെ കുറേ ചെറിയ നിസ്സാര കാര്യത്തിന് പോലെ ഇങ്ങനെ വഴക്കുണ്ടാകുമ്പോഴേ നമുക്കത് കാണുമ്പോൾ ഒരു പ്രയാസം തോന്നുന്നുണ്ട്, അത് മാത്രമേ ഉണ്ടാകുന്നു. അല്ലാതെ എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇപ്പൊ മനസ്സിലായില്ലേ ശൈത്യ ജെനുവിൻ ആണെന്ന കാര്യം മനസ്സിലായില്ലേ? അവിടെ കള്ളത്തിന് ഞങ്ങൾ അനീഷ ആദ്യം ഫയർ ആയിരുന്നു, ഇപ്പൊ കൂളായ പോലെ തോന്നുന്നുണ്ട്. അത് പുള്ളി ഓരോ വീക്കിലും പുള്ളിയുടെ പല പല ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അനീഷേട്ടൻ നല്ലൊരു ഗെയിമറാണ്, എന്റർടൈനർ അല്ലേ? മേ ബി നല്ല മനുഷ്യനാണ്. അനുമോൾ ടോപ്പ് 5 ഉണ്ടാവോ? നമുക്കറിയില്ല. ഈ രേണുസുരി വന്നപ്പോൾ പഠിക്കുന്ന പറഞ്ഞത്. പക്ഷെ അനുമോളെ പറ്റി ചോദിച്ചപ്പോൾ അവൾക്ക് ഒന്നും പറയാനില്ല. അനുമോൾ അതാ ഞാൻ എല്ലാവർക്കും പറഞ്ഞത്, വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അനുമോൾ അവിടുത്തെ പ്രധാന ശത്രുവാണോ എല്ലാവരുടെയും? എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ ഞാൻ പോട്ടെ. വണ്ടി ഒന്ന് വരൂ അല്ലേ? നിങ്ങൾ ഇങ്ങനെ അവിടം വരെ വരുമായിരിക്കുമല്ലേ, വീടിനോടം വരെ? ബോഡി ഗാർഡ്സിന്റെ ആവശ്യമില്ലല്ലോ. ഒരു ദിവസമല്ലേ? നാളെ മുതൽ ഞങ്ങൾ വരില്ല. ഈ ശൈത്യയുടെ സിനിമയിലൊക്കെ അഭിനയിച്ച് സിനിമയിലൊക്കെ അഭിനയിക്കാൻ സിനിമയിൽ അഭിനയിക്കാൻ പ്ലാനുണ്ടോ? ഉറപ്പായിട്ടും. എൻ്റെ മെയിൻ അഭിനയമായിരുന്നു. ഇനിയാണെങ്കിൽ ഏതെങ്കിലും പ്രൊജക്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇത് കഴിഞ്ഞിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ബിഗ് ബോസിൽ വന്നിട്ടാണോ ലാലേട്ടനെ കാണുന്നത്? അതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല, കാണാനുള്ള അവസരം വന്നായിരുന്നു. ബട്ട് അത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്. മറ്റേ സിനിമയുടെ കാര്യം, മറ്റേ മലയക്കോട്ട വാലിബൻ മൂവി. സോ നേരിട്ട് ഇപ്പം 2 times കണ്ടു. വലിയൊരു ഭാഗ്യമല്ലേ? അതെ, ഓണത്തിനാണെങ്കിലും അടുത്ത് കാണാൻ പറ്റും. ലാലേട്ടനടുത്ത് പറഞ്ഞിരുന്നോ മലയക്കോട്ട വാലിബനിൽ കാര്യം? ഇല്ല, അതെനിക്ക് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല. ഞാൻ അത് ലോഞ്ചിങ് ഡേയിൽ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ നമുക്ക് കുറച്ച് ടൈം പീരീഡ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റിയില്ല. ലാലേട്ടൻ എന്തായാലും അറിഞ്ഞു. ലാലേട്ടൻ നേരിട്ട് കാണാൻ കണ്ട് അടിപൊളി. അയ്യോ, ഒന്നും പറയാനില്ല, അടിപൊളി. ലാലേട്ടൻ എന്നിട്ട് ഷർട്ട് കണ്ടിട്ടുണ്ടോ? മമ്മൂക്കന്റെ ഷർട്ട് ഇട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. മമ്മൂക്കാന്റെ ഷർട്ടല്ല, മമ്മൂക്കാടെ പടമുള്ള ഷർട്ട്. മമ്മൂക്ക ഷർട്ട് അതിന് പറയാം. കയ്യിൽ നിന്ന് പോയിന്ന് പറയാം. എവിടെയാ അച്ഛൻ വന്നോ? പിന്നെ അച്ഛൻ വന്നോ? ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി ഡബിൾ ഹെഡാണ്. ഞാൻ വീട്ടിൽ നിന്നാണെങ്കിലും ഇറങ്ങിയത്. ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും.
അടിപൊളിയായിട്ട് എല്ലാവരും ഗെയിം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഞാൻ അയ്യോ വെഡിങ് ഇപ്പോഴാണ് നോക്കുന്നില്ല. കരിയർ ഒന്ന് ബിൽഡപ്പ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മതി മാരേജ് ഒക്കെ. ഫസ്റ്റ് കഴിക്കാൻ പോണ ഫുഡ് ഏതായിരിക്കും? ഞാനോ അമ്മ ഉണ്ടാക്കിയ ചോറും കറി. ഇപ്പൊ കഴിക്കാൻ പോകുന്നത് മസാല ദോശ. അവളുടെ ഏറ്റവും favourite സാധനം. മസാല ദോശ. ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ. ഞാനിന്ന് കഞ്ഞി ഉണ്ടാക്കി. അപ്പാനി പോയത് പെട്ടെന്ന് അവര് പറഞ്ഞത് അങ്ങനെ തോന്നുന്നില്ല. കഞ്ഞി മാത്രം ഉണ്ടാക്കി വെച്ചു. ശരത്തേട്ട് നല്ലൊരു ഗെയിമറായിരുന്നു, പക്ഷെ ഇപ്പോഴേ ഔട്ടായി പോകേണ്ട ആളല്ലായിരുന്നു. ഫൈനൽ 5 വരേണ്ട ഒരാളായിരുന്നു. ബട്ട് ശരത്തേട്ട് ബട്ട് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അത് ശരിക്കും അവര് ഒരു ഗ്രൂപ്പായിട്ട് അതുകൊണ്ടായിരിക്കും ആ ഷർട്ടിനെ ഔട്ടാക്കിയത്. എനിക്ക് അതിനെപ്പറ്റി ചാൻസ് ഉണ്ടോ? ഇല്ല, അതിനെ പറ്റിയിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. വീട് വണ്ടിയൊന്ന് കൊണ്ടുപോട്ടെ. ഞാനാ പോട്ടെ. ഓക്കെ, ശരി, ബൈ. ഇത്രയും നല്ല അല്ലേ? വണ്ടിയോടെ അവര് ശരിക്കും ആരോടും അങ്ങനെ വലിയ മഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരാം. അതുകൊണ്ടാണ് മഴയ്ക്ക് ഇങ്ങോട്ട് പോയി ഒന്നും ഉണ്ടാക്കാത്ത ഒരാളാണ്. നമ്മൾ ഭാഗ്യം ചെയ്ത് തന്നെയാ. അയ്യോ, എനിക്കിങ്ങനെ ഒരു മോളെ തന്നത് ഞാൻ എൻ്റെ കുഞ്ഞിനെ കിട്ടിയതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതുപോലൊരു മോളെ ദൈവം. ഈ ബിഗ് ബോസ് ഇപ്പൊ ഔട്ടായെന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് അത് വിഷമമൊന്നുമില്ല. ഞങ്ങൾക്ക് പോവാം, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. പക്ഷേ കുറേ പേര് ഞങ്ങളെ നമ്മളുടെ മോള് എൻ്റെ മോളെ കൂടെ കുറേ പേര് അപമാനിച്ചിട്ടുണ്ടായിരുന്നു. നിനക്കൊന്നും ഒരു വേദിയും കിട്ടത്തില്ല. അപ്പോൾ ഒരു ദിവസമെങ്കിലും ബിഗ് ബോസിൽ കയറിയല്ലോ. അത് തന്നെ വലിയൊരു അംഗീകാരമല്ലേ, ലോകത്തെ ഏറ്റവും ആർക്കും കിട്ടാത്ത. ഇത്രയും കോടി ജനങ്ങൾക്ക് അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം അതിനകത്ത് അവിടെ നമ്മളോട് ചോദിക്കുന്നു. ആ ശരി, അവിടെ ആ വണ്ടി എവിടെയാ? അല്ല ഇങ്ങോട്ട് വരാൻ പറ. തള്ളിക്കൊണ്ട് പോയി അവിടെ. ശൈത്യ ഫോണൊക്കെ കിട്ടിയപ്പോ ചാർജ് ഉണ്ടായിരുന്നു ഫോണിന്? എന്നിട്ട് അവിടെ ആ അവിടുന്ന് ചാർജ് ചെയ്ത് തന്നു അല്ലേ? ഫുഡൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്? അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് തന്നെ അവര് ഫുഡൊക്കെ എല്ലാവരും നല്ല സഹകരണമാണല്ലേ? കഴിഞ്ഞ തവണ അങ്ങനൊന്നും ഇല്ല, ഞാൻ തന്നെ ഉണ്ടാക്കണ ഫുഡിന് ടേസ്റ്റ്. എല്ലാവരും നന്നായി. അനുമോളെ അതിന്റെ മുകളിലൊക്കെ കയറി അതിനെപ്പറ്റി വേറെ സംസാരിക്കില്ല. ശരി, പേരെന്ന് പട്ടി ആളെ മറന്നോ? ഹായ് പപ്പിക്കുട്ടി. മനസ്സിലായി. ഭയങ്കര സ്നേഹം. എല്ലാവരും കണ്ടിട്ട് പേടിച്ച്. ഓക്കെ ബൈ. ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഏട്ടാ. ചേച്ചി ബൈ. ശരി, ബൈ ബൈ. ഓക്കെ ഇല്ല. ചേച്ചി ബൈ.